ഇന്ന് നമുക്ക് എളുപ്പത്തിലും നല്ല രുചിയിലും ഒരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കുറച്ച് മുട്ട ഇതേപോലെ പുഴുങ്ങിയെടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നും ഇട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അണ്ടിപ്പരിപ്പും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം വെള്ളം ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഈ അരച്ച മസാല നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ അരപ്പ് കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 3-4 മിനിറ്റ് സമയം നമുക്കിത് ചെറുതീയിലിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ നല്ല രീതിക്ക് മസാല റോസ്റ്റായി വരുമ്പോഴത്തേക്കും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പുളിയില്ലാത്ത നല്ല കട്ട തൈരില്ലേ, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. തൈരെല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് മസാലയായിട്ട് യോജിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറ് കഴുകിയ അരപ്പ് വെള്ളവും അല്പം കൂടെ വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. തീരെ കട്ടിയാകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതായ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടച്ചു വെക്കാതെ തന്നെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അടി പിടിച്ച് പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയോ അല്ലെങ്കിൽ കസൂരി മെത്തിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കസൂരി മെത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു മുട്ടക്കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയിൽ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.